السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിങ്ങളുടെ മുമ്പിൽ വലിയ മഹത്വമുള്ള വലിയ ഒരു അറിവാണ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരാനിരിക്കുന്നത്. വിശുദ്ധമായ റമളാനിന്റെ നോമ്പുകൾ എടുത്തുകൊണ്ട് റമളാനിന്റെ രാപ്പകലുകൾ അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുകയും അള്ളാഹുവിനോട് ഇബാദത്തുകളിലായി മുഴുകുകയും ചെയ്യുന്ന നമ്മൾ വളരെയധികം റബ്ബിനോട് ദിക്റുമായിട്ട് ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാൻ നമുക്ക് ദിക്റുകൾ കൊണ്ടും ഭയഭക്തി കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും ദുആകളും കൊണ്ടുമേ നമുക്ക് തടയാൻ കഴിയുകയുള്ളൂ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദുആക്ക് ഇജാബത്തുള്ള ഏറ്റവും വലിയ മാസമാണ്, ഏറ്റവും വലിയ ദിവസങ്ങളാണ് നമ്മിൽ ഉള്ളത്. ആ ദിവസങ്ങൾ നമ്മൾ നിർബന്ധമായും മുതലെടുക്കുക തന്നെ ചെയ്യണം. നമ്മൾ സാധാരണ നോമ്പെടുക്കാൻ അത്താഴത്തിന് എഴുന്നേൽക്കാറുണ്ട്. ചില ആളുകൾ അത്താഴത്തിന് എഴുന്നേൽക്കാതെ തന്നെ റമളാൻ നോമ്പെടുക്കുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും പാടില്ല. ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അത്താഴം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്താഴം എന്ന് പറയുന്നത് വളരെയധികം വലിയ ഒരു സുന്നത്താണ്. മാത്രമല്ല അതിൽ വലിയ ബറക്കത്തുണ്ട്. ഒരു സുന്നത്ത് ചെയ്താൽ ഫർളിന്റെ കൂലി കിട്ടുന്ന വിശുദ്ധമായ മാസമാണല്ലോ. ഒരാൾ ഒരു ഫർള് ചെയ്താൽ, ഒരു സുന്നത്ത് ചെയ്താൽ, ഒരു സാധാരണ മറ്റുള്ള മാസങ്ങളിൽ ഫർള് ചെയ്ത കൂലിയും ഈ മാസത്തിൽ ഒരാൾ ഒരു ഫർള് ചെയ്താൽ സാധാരണ 70 ഫർള് ചെയ്തതിന്റെ കൂലിയും അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ പ്രതിഫലം നൽകുമാറാവട്ടെ. എന്നാൽ അത്താഴം കഴിക്കുക എന്നത് അത്താഴത്തിൽ വലിയ ബർക്കത്തുണ്ട്. എന്നാൽ അതേസമയം മറ്റൊരു സുന്നത്ത് കൂടി, വലിയ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്ത് കൂടി ഞാൻ പറഞ്ഞു തരാം. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത്താഴ സമയത്ത് അത്തറ് പൂശൽ, സുഗന്ധം പൂശൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എന്നാൽ അത്താഴ സമയത്ത് അത്താഴം കഴിച്ച് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം, അത്താഴം കഴിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹി നിസ്കാരത്തെ ബാങ്കിനെ കാത്തു നിൽക്കുന്ന നമ്മൾ ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മൾ ചൊല്ലണം. ആരും മറന്നു പോകരുത്. ഏതാണ് ആ ദിക്ർ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഈ ദിക്ർ 7 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ ഏത് പ്രതിസന്ധിയെയും അവനിക്ക് മറികടക്കാൻ കഴിയും. ഏത് പ്രയാസത്തിൽ നിന്നും അവനിക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏത് വിഷമങ്ങളെയും അവനിക്ക് തീർന്നു കിട്ടാൻ വലിയ കാരണമാകുന്നുണ്ട് ദിക്ർ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.